വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസായി വന്ന് വേഷങ്ങൾ ചെയ്ത് എനിക്ക് ഒരുപാട് ജീവിതത്തിൽ കടപ്പാടുള്ള ഒരു ആക്ടറാണ്. നിങ്ങളുടെ എല്ലാവരും നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ആസിഫ് അലി. എന്താണ് ഭയങ്കര തണുപ്പ് ഇവിടെ? ആരും തമാശ പറഞ്ഞിട്ട് ചിരിക്കുന്നില്ല, കൈയടിക്കുന്നില്ല. സാധാരണ ഞങ്ങളൊക്കെ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടുപോകുന്ന ആൾക്കാരാണ്. പല ആളുകളും ഫാമിലി ആയിട്ട് വന്ന് സിനിമ കാണാൻ മടിക്കാറുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 സിനിമയിൽ ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു മികച്ച വിജയം ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ചാക്കോച്ചനുമായിട്ട് ഇപ്പോഴും ഒരു ചെറിയ വഴക്ക് നടക്കുന്നുണ്ട് ബിജു മേനോന്റെ കാര്യത്തിൽ. പക്ഷെ ഈ പടത്തിൽ ഞാൻ ബിജു മേനോനെ വീണ്ടും ഇങ്ങോട്ട് എടുത്തു. അപ്പൊ അതിൽ ആദ്യത്തെ ഷാജിയായി ബിജു മേനോൻ, രണ്ടാമത്തെ ഷാജിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ബൈച്ചേട്ടൻ, മൂന്നാമത്തെ ഷാജിയായിട്ട് ഞാനുണ്ട്. സോ ഈ ആവേശം തിയേറ്ററിൽ ഉണ്ടാവണം. എനിക്ക് ഉറപ്പുണ്ട് ഇത് ഒരു നല്ല ഹോളിഡേ, നല്ലൊരു ഫെസ്റ്റിവൽ സിനിമയാണ്. ബാക്കി ഞാൻ പറയാൻ ആഗ്രഹിച്ചത് മുഴുവൻ ചാക്കോച്ചൻ പറഞ്ഞു. നാദിക്കയുടെ കൂടെ അമർ അക്ബർ ആന്റണിയിൽ ശരിക്കും ഞാൻ ഇന്ന് രഹസ്യം ഇവിടെ വെച്ച് വെളിപ്പെടുത്താൻ പോവുകയാണ്. ശരിക്കും അമർ അക്ബർ ആന്റണിയിൽ ഒരാൾ ഞാനായിരുന്നു. പക്ഷെ ലാസ്റ്റ് നിമിഷം എന്നെ ഒഴിവാക്കിയതാണ്. അപ്പൊ അതിന് പകരമായിരിക്കാം ചിലപ്പം ഷാജിയായിട്ട് എന്നെ ഈ സിനിമയിൽ കൊണ്ടുവന്നത്. 2 തിരക്കഥാകൃത്തുക്കൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്, എനിക്കത് കാണാം. പക്ഷെ ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു ആ 3 പേർക്ക് കിട്ടിയ കയ്യടി അത്രത്തോളം തന്നെ എന്റെ ആ ചെറിയ ക്യാരക്ടറിന് കിട്ടി. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആ ധൈര്യമാണ് ഷാജിയായിട്ട് നാദിർഷയുടെ കൂടെ വീണ്ടും ഈ സിനിമയിൽ വരാൻ ഒരു കാരണമായത്. സോ ഇന്നത്തെ മാൻ ഓഫ് ദി ഡേ ദ മ്യൂസിക് ഡയറക്ടർ. ബാക്കി സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. തീർച്ചയായിട്ടും ഒരു ഫെസ്റ്റിവൽ സിനിമയ്ക്കുള്ള എല്ലാ ഫ്ലേവേഴ്സും ഉള്ള സിനിമയാണ് നാദിർഷയുടെ. ഇതിന് മുന്നത്തെ 2 സിനിമകൾ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ തന്നെ ഒരു സിനിമയാണ്. അപ്പൊ പോരാ. ഓക്കെ, സന്തോഷം ഇന്ന് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിലും ഇത്രയും ആളുകളുടെ മൊബൈലിൽ ഞങ്ങളെ പകർത്താൻ ശ്രമിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം. ഇതെല്ലാം ഫേസ്ബുക്കിൽ ലൈവായിട്ട് വരട്ടെ. ഈ സിനിമയ്ക്ക് നല്ലൊരു ഇനീഷ്യലും വലിയൊരു റീച്ചും കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഇത് കൊച്ചി ഷാജി ആണെങ്കിൽ കോഴിക്കോട് ഷാജി ബിജു മേനോനാണ്. അദ്ദേഹത്തിന് ലാൽ ജോസിന്റെ സിനിമയിൽ അതിന്റെ ക്ലൈമാക്സ് സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ലാൽ ജോസ് എന്നെ വിളിച്ചു പറഞ്ഞു അത് സിനിമയാണ്, സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് വരാൻ സാധിച്ചില്ല. പക്ഷേ കുറെ വർഷങ്ങളായി പല വേഷങ്ങൾ ചെയ്ത് നമ്മളെല്ലാം പൊട്ടിച്ചിരിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്ത ഒരാളുണ്ട്, ഞങ്ങളുടെ ട്രിവാൻഡ്രം ഷാജി. സാക്ഷാൽ
ബൈജു സന്തോഷ്. ഒരു നല്ല കൈയടി നമ്മുടെ പ്രിയപ്പെട്ട ബൈജു വേണ്ടിയിട്ടുണ്ട്. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സലാം. നേരത്തെ പറഞ്ഞ പോലെ 3 ഷാജിമാരുടെ കഥയാണ്. കോഴിക്കോടുള്ള ഒരു ഗുണ്ട ഷാജി, കൊച്ചിയിലെ ഒരു അലവലാതി ഷാജി, തിരുവനന്തപുരത്തുള്ള ഒരു ഡ്രൈവർ ജെന്റിൽമാൻ ഷാജി, അത് ഞാൻ. പിന്നെ ഞങ്ങൾ 3 പേരും ഈ ചിത്രത്തിലുണ്ടെങ്കിലും ശരിക്കും സത്യമാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ പടത്തിന്റെ സൂപ്പർ സ്റ്റാർ ഷാജി എന്ന് പറയുന്നത് നാദിർഷയാണ്, മറ്റാരുമല്ല. നാദിർഷയുടെ കരങ്ങളിൽ ഈ 3 ഷാജിമാരും ഭദ്രമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആവേണ്ടത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എനിക്കാണ്. കാരണം ബിജു മേനോനും ആസിഫലിയൊക്കെ ഒരു കര പറ്റി. ഇത് സൂപ്പർ ഹിറ്റ് ആയാലും എന്റെ കാര്യം പോക്കാം. മാത്രമല്ല, ഞാൻ ജ്യോത്സ്യത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളായിരുന്നു. പക്ഷേ ഈ അടുത്ത് ഞാൻ 5-6 ജ്യോത്സ്യന്മാരെ പോയി കണ്ടു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഇനി 20 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ടൈം കൊണ്ടാണ് ഈ പടം ഓടാൻ പോകുന്നത്. ഓടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയും, അല്ലേ? എന്തായാലും നാദിർഷയുടെ ഞാൻ ആദ്യമായിട്ടാണ് നാദിർഷയുടെ പടത്തിൽ അഭിനയിക്കുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ സ്വന്തം അനിയനാണ്, ചേട്ടനാണ്. എൻ്റെ അനിയനാണല്ലോ, അനിയൻ. ഞങ്ങളൊരു പ്രായക്കാരാണെങ്കിൽ എന്നെ ചേട്ടനെ വിളിക്കുള്ളൂ. ഞാൻ 1 വയസ്സിന് മൂത്താണ്. വലിയ സന്തോഷം. ഇത്രയും വലിയ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിന് മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു ഓഡിയോ ലോഞ്ച് നടത്താൻ കഴിഞ്ഞത് ഈ ചിത്രത്തിൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് എനർജി ഈ സിനിമയ്ക്കുണ്ട്. എല്ലാവരും കാണണം. കാണാനും വേണ്ടി ഉണ്ട് സിനിമ. കൊടുക്കുന്ന കാശിന് ഇത് മുതലായിരിക്കും. താങ്ക് യു. സാദിഖയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഈ സിനിമയിലെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള പ്രിയങ്കരനായ സാദിഖ്. എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ഞാനൊരു ചെറിയ വേഷത്തിലായിരുന്നു ആദ്യം ഇതിനകത്ത് എന്നെ കാസ്റ്റ് ചെയ്യപ്പെട്ടത്. നാദിർ ഷാദ് എനിക്ക് എന്നെ അപ്ഗ്രേഡ് ചെയ്ത് വലിയൊരു വേഷത്തിലേക്ക് എത്തിക്കുകയാണ്. നാദിർഷയോട് ഒരാളൊരു കഥ പറയുമ്പോൾ ആ കഥ എത്രത്തോളം ഹ്യൂമറസായി ചിത്രീകരിക്കണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് അതുപോലെ വർക്ക് ചെയ്യുന്ന ഒരു മിടുക്കനായ സംവിധായകനാണ് നാദിർ ഷാ. ഞാനും നാദിർ ഷായുടെ ആദ്യ പടം എൻ്റെ ഒരുപാട് പടങ്ങൾ കഴിഞ്ഞിട്ട് സിനിമയിലാണ് ഞങ്ങൾ ഒരുമിച്ച് വരുന്നത്, മാനത്തെ പട്ടം. പിന്നെ എനിക്ക് ഈ നിൽക്കുന്ന ഓഡിയൻസിനോട് ഒറ്റ കാര്യം ഉറപ്പായിട്ട് പറയാൻ പറ്റും. നിങ്ങൾ ഈ ലുലു മോളിൽ കുഞ്ഞു കുട്ടികൾ, ടീനേജ്, മിഡിൽ ഏജ്, അപ്പൂപ്പന്മാര്, അമ്മമാരെല്ലാവരും ഒരുമിച്ച് വരുന്നത് പോലെ തീർച്ചയായും വിശ്വസിച്ചുകൊണ്ട് ഈ സിനിമ ഇതേപോലെ തിയേറ്ററിൽ നിന്ന് പോയി കാണാൻ പറ്റും. അത്ര നല്ല സിനിമയാണ്. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഇതിന്റെ വിജയത്തിന് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഈ പടത്തിന് വേണ്ടി ദിലീപ് പൊന്നന്റെ കഥ, അതുപോലെ പ്രൊഡ്യൂസർ രാകേഷിന്റെ പൂർണ്ണ പിന്തുണ ഇത് നാദിർഷയ്ക്ക് വളരെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ പടം ഹിറ്റാവാൻ വേണ്ടി സർവേശ്വരോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാവണം. നന്ദി. ഒരു സിനിമയ്ക്ക് എന്തൊക്കെ ചേരുവകളുണ്ടെങ്കിലും അതിന് നല്ലൊരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ആ സിനിമയില്ല. ഇവിടെ എൻ്റെ കഴിഞ്ഞ 2 സിനിമകളെ പോലെ തന്നെ എനിക്ക് വേണ്ട ശക്തമായി നിന്ന് ഈ സിനിമയ്ക്ക് പിന്നിൽ നാദിർഷയ്ക്ക് എന്ത് വേണം അത് മുഴുവനും ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ കൂടെ നിന്ന് ഇതിൻ്റെ പ്രൊഡ്യൂസർ ബി രാകേഷ് അണ്ണനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം. യൂണിവേഴ്സൽ സിനിമാസിന്റെ ബാനറിൽ പി രാകേഷാണ് ചിത്രം നിർമ്മിക്കുന്നത്. രാകേഷ് അണ്ണൻ സംസാരിക്കില്ലെന്ന് പറഞ്ഞു. നമ്മുടെ സിനിമയിലെ ഷാജിമാരുടെ ഒരു പ്രിയപ്പെട്ട നായിക ഇവിടെ എത്തിയിട്ടുണ്ട്. അഭിനയിച്ച സിനിമകളിലെല്ലാം സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ പ്രിയപ്പെട്ട മലയാളിയുടെ ഇഷ്ടതാരം നിഖില വിമൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഈ സിനിമയുടെ ഓഡിയോ റിലീസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തു നിന്നിട്ട് ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതിൽ
മേരാ നാം ഷാജി ഇത്രയും കാലം പറഞ്ഞ പോലെയല്ല, ഒരു വലിയ സിനിമയാണ്. ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉള്ള, ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഒരു കോമഡി എൻ്റർടൈനർ ആയിരിക്കും മേരാ നാം ഷാജി. അത് മാത്രമല്ല, ഞാൻ മേരാ നാം ഷാജിയുടെ കഥ ഫസ്റ്റ് കേൾക്കുന്നത് ഇവിടെ കോസ്റ്റ കോഫിയിൽ നിന്നാണ്. ദിലീപേട്ടൻ വന്ന് ഇവിടെ വന്നിരുന്നിട്ടാണ് ഇതിനകത്ത് ഫസ്റ്റ് കഥ പറയുന്നത്. അപ്പം അന്ന് ഇവിടെ നിന്നാണ് ഞാനത് കമ്മിറ്റ് ചെയ്തത്. അതിൻ്റെ ഓഡിയോ റിലീസ് ഇവിടെ വെച്ച് നടക്കുന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും പടം വരുമ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അതോടൊപ്പം തന്നെ ഈ സിനിമ വിതരണം ചെയ്യുന്ന മലയാളത്തിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉർവശി തിയേറ്റേഴ്സ് അവരുടെ സാരഥികളായ സന്ദീപ് സെന്നെയും അനീഷിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തൊണ്ടി മുതൽ സാക്ഷി പോലുള്ള ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഉർവശി തിയേറ്റേഴ്സിന്റെ സന്ദീപ് സെന്നും അനീഷിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു നല്ല കൈയടി സന്ദീപിനും അനീഷിനും. അതോടൊപ്പം തന്നെ ഇതില് ഓൾ ഇൻ ഓൾ ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കയിൽ ആരണ്ടെന്ന് ഞാൻ പറയില്ല. എന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷാക്ക്. സിനിമ അറിയാവുന്ന എല്ലാവർക്കും. അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ ഡിസൈനർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്മുടെ ആക്ടർ കൂടിയായിട്ടുള്ള ഷഫീർ സൈഡ് ഇവിടെ ഉണ്ട്. ഷഫീർക്ക് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നാദിക്കയുടെ പടത്തിൽ കൊടുത്താൽ തുടങ്ങിയ നമ്മുടെ ഫേവറേറ്റ് ക്രിക്കറ്റർ ആക്ടർ ഷഫീഖ് ഉണ്ട്. അതിൽ തന്നെ ഈ പടത്തിൽ തന്നെ ഓപ്പൺ ചെയ്യുന്ന ജോമോൻ ഉണ്ട്. ജോമോൻ ആക്ച്വലി നമ്മുടെ പ്രിയ നായക ജോമോന്റെ ബ്രദർ കൂടിയാണ്. മലയാള സിനിമയുടെ എക്കാലത്തെയും നമ്മുടെ പ്രിയപ്പെട്ട എവർഷൈൻ മണിയൻ സാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫി പ്രേംലാലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ഈ സിനിമയിൽ അഭിനയിച്ച അഭിനേതാക്കൾ ഒരുപാട് പേരുണ്ട്. ഒരു പ്രാവശ്യം ഈ സ്റ്റേജിൽ വന്ന് പോയവരാണ്. അവരെല്ലാവരും വേദിയിലേക്ക് ഇതിൻ്റെ ഓഡിയോ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ വിളിക്കുന്നു. ഇനി ജോർജ്, നവാസ്, സമ്മദ്, മാർട്ടി, ധർമ്മജൻ, അതോടൊപ്പം തന്നെ ചീഫ് അസോസിയേറ്റ്സും ടെക്നീഷ്യൻസിനെയും നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, മറ്റ് ടെക്നീഷ്യൻസ്, വിഷ്ണു വിപിനും ഒന്ന് സ്റ്റേജിലേക്ക് വരും. ആശാരവിന്ദ്, നമ്മുടെ പ്രിയപ്പെട്ട ഷാക്കോച്ചനാണ് ഇതിന്റെ ഓഡിയോ CD റിലീസ് ചെയ്യുന്നത്. റിലീസ് ചെയ്ത് നാദികയ്ക്കും നമ്മുടെ 2 ഷാജിമാർക്കും ഈ ഫുൾ ക്രൂവിനായിട്ട് നൽകിക്കൊണ്ടാണ് ഈ ഒരു ഓഡിയോ CD പ്രകാശനം ഇവിടെ നടക്കുക. ചാക്കോച്ചി, ആസിഫ്, ബൈജേട്ടന് മേരാ നാം ഷാജിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഡിയോ ലോഞ്ച് ആണ് നിങ്ങളുടെ മുന്നിലേക്ക്. നമ്മുടെ പ്രിയപ്പെട്ട